ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവിനോട് ചേരണം എന്ന് ദൈവവചനത്തിലുടനീളം നമ്മൾ മനസ്സിലാക്കുന്നു. ചില സ്ഥലത്ത് അത് ആലങ്കാരികമായി ഒക്കെ പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ മോശയോട് ചേർന്നെന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം യേശുവിനോട് ചേർന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നുവെന്നും എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നുവെന്നും നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. സഹോദരന്മാരെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നുവെന്നും അവരെല്ലാം സമുദ്രത്തിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഇവിടെ നമുക്ക് മനസ്സിലാകും, കനാൻ ദേശത്ത് കയറണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് മുന്നേറണമെങ്കിൽ സ്നാനമേൽക്കാതെ ആത്മീകമായി ഭൗതികമായി ഒന്നും നടക്കുകയില്ല. ഒരു കാര്യവും നടക്കുകയില്ല. യഥാർത്ഥ ദൈവത്തിൽ നിന്നുള്ള ആത്മീക ഭൗതിക അനുഗ്രഹങ്ങൾ നേടണമെങ്കിൽ സ്നാനമേൽക്കാതെ നടക്കുകയില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. നമ്മൾ പുറപ്പാട് പുസ്തകം വേണ്ട, ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ ഉദാഹരണം തൊട്ടിങ്ങോട്ട് നോക്കിയാൽ ആ നോഹ, ആ വെള്ളപ്പൊക്കം അത് സ്നാനത്തിൻ്റെ സൂചകമായിരുന്നെന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടം തൊട്ട് നമുക്ക് മനസ്സിലാകും, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം യഥാർത്ഥത്തിൽ ആത്മീകവും ഭൗതികവുമായത് പ്രാപിക്കണമെങ്കിൽ സ്നാനം വേണം, സ്നാനപ്പെടണം, പൂർണ്ണ ജലസ്നാനം വേണം എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഈ പഴയ നിയമവിശ്വാസികളൊക്കെ സ്നാനപ്പെട്ടിട്ടാണോ പോയത് എന്ന് നമ്മുടെ ഇന്നത്തെ വിശ്വാസികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാമമാത്ര സഭകൾക്കൊക്കെ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. പഴയ നിയമവിശുദ്ധന്മാരൊക്കെ സ്നാനപ്പെട്ടതാണോ? മോശ സ്നാനപ്പെട്ടതാണോ? മോശ സ്നാനപ്പെട്ടതാണ്. നോഹ സ്നാനപ്പെട്ടതാണോ? സ്നാനപ്പെട്ടതാണ്. നോഹയെ ഉൾപ്പെടെ 8 പേര് സ്നാനപ്പെട്ടതാണോ? സ്നാനപ്പെട്ടതാണ്. സ്നാനപ്പെടാതെ ഒന്നും നടക്കത്തില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത്. ഈ സ്നാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുക, പൂർണ്ണമായി മുങ്ങുക എന്നൊക്കെ അതിൻ്റെ അർത്ഥം. ഇറങ്ങിപ്പോകുക, പൂർണ്ണമായി മുങ്ങുക. അത് വിവിധ സ്നാനങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒന്നെങ്കിൽ വെള്ളമായിരിക്കാം, അല്ലെങ്കിൽ ആത്മാവായിരിക്കാം. ഈ ആത്മാവ് കവിഞ്ഞൊഴുകി ഒരു വ്യക്തിയുടെ മുകളിൽ കൂടെ പോയി കഴിയുമ്പോൾ ആ വ്യക്തി ആത്മസ്നാനം എടുത്തു എന്ന് പറയാം. വെള്ളവും കവിഞ്ഞൊഴുകി കഴിയുമ്പോഴാണ് ജലസ്നാനം എടുത്തെന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ചിലരെക്കുറിച്ച് നമ്മൾ പറയല്ലേ, ഇട്ട് മൂടാൻ പണമുള്ളവൻ. ഇട്ട് മൂടത്തക്ക വണ്ണം പണം ഉണ്ടെങ്കിൽ അവനെ വേണമെങ്കിൽ ആ പണത്താൽ സ്നാനപ്പെട്ടവനെന്ന് വേണേൽ പറയാം. അതങ്ങനെ പറയുന്നില്ലാത്തത് കൊണ്ടാണ് അത് വേണേൽ പറയാം. അപ്പോൾ ഒരുവൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുക എന്നാൽ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നർത്ഥം. പരിശുദ്ധാത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇവൻ ഇറങ്ങിച്ചെല്ലുക എന്നാണ്. അപ്പം അവനങ്ങനെ ഇറങ്ങിച്ചെന്നാൽ ബാക്കി കാര്യം ദൈവം ചെയ്തോളും. ഇറങ്ങിച്ചെന്നാൽ ബാക്കി കാര്യം ദൈവം ചെയ്തോളും. ഈ മനുഷ്യ ശരീരത്തിന് ദേഹവുമുണ്ട്, ദേഹിയുമുണ്ട്, ആത്മാവുമുണ്ട്. അപ്പോൾ ഭൂമിയിൽ സാധാരണഗതി ചോദിക്കും, ഏറ്റവും വേഗതയേറിയ എന്താണെന്ന് ചോദിച്ചാൽ മനസ്സാണെന്ന് പറയും. പക്ഷേ ബൈബിളിൻ്റെ വ്യവസ്ഥയിൽ ഞാനത് പറയും, അങ്ങനെ മനസ്സല്ല, മനസ്സിലും വേഗതയേറുക ആത്മാവ്. ഈ ആത്മാവ് എവിടം വരെ ചെല്ലുന്നു, എന്നാ സ്പീഡിൽ പോകുന്നു എന്ന് മനസ്സിന് മനസ്സിലാക്കണമെങ്കിൽ പോലും സമയം വേണം. അപ്പോൾ ഏറ്റവും സ്പീഡ് കൂടിയത് ആത്മാവാണെന്ന് ഞാൻ മനസ്സിലാക്കും. അതിൻ്റെ താഴെയാണ് ഈ ദേഹി അല്ലെങ്കിൽ മനസ്സ്, അതിൻ്റെ താഴെ ശരീരം. അപ്പോൾ ആത്മാവ് ചെന്നെത്തുന്ന ഒരു നന്മയിലേക്ക് ദേഹി ചെന്നെത്താൻ ഒരു നിശ്ചിത സമയം വേണം. ദേഹി ചെന്നെത്തുന്ന സമയത്തേക്ക് ശരീരം ചെന്നെത്താൻ വേറൊരു സമയം കൂടെ വേണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു മകനെ തരും. 25 വർഷം കഴിഞ്ഞ് അബ്രഹാമിൻ്റെ കൈ കിട്ടിയത്. ഇതിനിടയ്ക്ക് സാറായുടെ ഉപദേശത്തിൽ അബ്രഹാം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ദൈവജനം എന്ന് അവകാശപ്പെടുന്നവർക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചെന്നല്ലാതെ വേറെ പദ്ധതിയൊന്നും നടന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം ചെയ്തു. അപ്പോൾ കണ്ടോ, 25 വർഷം അപ്പുറത്ത് മക്കളെ കൊടുക്കും എന്ന് ദൈവം പറഞ്ഞെങ്കിൽ ദൈവം ആത്മാവിൽ അവിടെ കണ്ടോണ്ടാണ് അത് പറഞ്ഞത്.
അബ്രഹാമിന് അത് ഗ്രഹിക്കാൻ പറ്റിയതും കുറച്ച് കാലം കഴിഞ്ഞാൽ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു എന്നുള്ളത് സത്യമാണ്. എങ്കിലും അബ്രഹാമിന് ഈ കാര്യം അത്ര പ്രായോഗികമായി പിടികിട്ടിയത് ഈ കൊച്ചിനെ കൈ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ 25 വർഷത്തിനപ്പുറം ശരീരം എത്തി വരുന്ന കാര്യം ആത്മാവ് എന്നാ സ്പീഡിലാണ് ചെന്നത്. അബ്രഹാമിൻ്റെ ദേഹി അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മനസ്സ് ഇത് ഗ്രഹിച്ചത് എത്ര കാലം കഴിഞ്ഞാൽ? അബ്രഹാമിൻ്റെ മനസ്സിൽ ഇത് 100% ഗ്രഹിച്ചായിരുന്നെങ്കിൽ അബ്രഹാം ഒരിക്കലും ഈ സാറ പറഞ്ഞത് കേട്ട് ദാസ്യ അല്ലെ വേലക്കാരിയായ ഹാഗാറിൻ്റെ അടുത്ത് ചെന്ന് ഈ ഇസ്മായിലിനെ ജനിപ്പിക്കാൻ അബ്രഹാം പോവില്ലായിരുന്നു. നാളെ ഒരു കാലത്ത് തൻ്റെ വാഗ്ദത്ത സന്തതിക്ക് പ്രശ്നമുണ്ടാകുമെന്ന് ഒരു ഊഹം അബ്രഹാമിന് ദേഹിയിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അബ്രഹാം ഈ പെലിസ്ത്യ പ്രഭുക്കളെ ഈ കെതൂറ എന്ന രണ്ടാമത്തെ ഭാര്യയിലൂടെ ജനിപ്പിക്കുകയല്ലായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ആത്മാവ് ഏറ്റവും സ്പീഡുള്ളതാണ്, ദേഹി അത്ര സ്പീഡില്ലാത്തതാണ്. എന്നാൽ ശരീരം അവിടെ എത്തണമെങ്കിൽ ഒത്തിരി സമയം വേണം. അതുകൊണ്ട് പല അനുഗ്രഹങ്ങളും ആത്മീകമായി ആദ്യം പ്രാപിക്കും, പിന്നീട് അത് നമുക്ക് ശരീരത്തിൽ കിട്ടുകയുള്ളൂ. അതിന് ശകലം സമയം കാത്തിരിക്കണം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഈ ദേഹം ആ അനുഗ്രഹത്തിൻ്റെ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഈ ശരീരം ആ അനുഗ്രഹത്തിൻ്റെ സ്ഥലത്തേക്ക് എത്താനൊരു സമയം വേണം. എന്നാൽ ആത്മീകമായി അത് നമുക്ക് വിടുതലാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കതിൻ്റെ ഭാരം കുറയുന്നത് നമുക്കറിയാം. ഉദാഹരണം പറഞ്ഞാൽ, രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പക്ഷേ ജനിക്കാൻ പോകുന്ന മക്കളെയൊന്നും അവർക്ക് കാണാനോ അവർക്കറിയാനോ പറ്റില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ മൂന്നാമതൊരു വ്യക്തി അവിടെ ഉണ്ടാകുന്നത് പോലെ അല്ലെ അവതരിക്കുന്നത് പോലെ ഭൂമിയിൽ നമ്മൾ ദൈവാത്മാവുമായി ചേർന്നിരിക്കുമ്പോൾ അവിടെ മൂന്നാമത് ചിലത് വേണമെങ്കിൽ ഒരു ശക്തിയെന്നോ അല്ലെങ്കിൽ ചില വ്യക്തികളെന്നോ അല്ലെങ്കിൽ ചില ആത്മാക്കളൊക്കെ അവതരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ദൈവത്തിൻ്റെ ആത്മാവുമായി ചേർന്നിരുന്നാൽ നമ്മുടെ ഉള്ളിൽ ധാരാളം അനുഗ്രഹങ്ങൾ അവതരിക്കും. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആത്മാക്കളും അവതരിക്കും. ഈ ആത്മാക്കൾ അവതരിക്കുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു വർധനവാണ്, ഒരു മൾട്ടിപ്ലിക്കേഷനാണ്. ഇതെല്ലാം നടക്കണമെങ്കിൽ ആദ്യമേ ഒരു സ്നാനം വേണം. ഇതെല്ലാം സ്നാനത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. സ്നാനത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ സംഭവിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനാൽ അറേഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ദുരാത്മാക്കളാൽ ചെയ്യുന്നതോ ആയതുകൊണ്ട് ഇത് നാളെ ഒരു കാലത്ത് കടന്നു പോകുമ്പോൾ പ്രതിസന്ധി പ്രയാസങ്ങളുണ്ടാകും, പരിഹരിക്കാൻ മേലാത്തതുപോലെ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളിതിനകത്ത് പറയുന്നു, അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ സമുദ്രത്തിൽ കൂടെ കടന്നു എന്ന് പറഞ്ഞാൽ ജലസ്നാനം, മേഘത്തിലൂടെ കടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാത്മാവിൻ്റെ സ്നാനം. മേഘം എന്നത് വെള്ളത്തിൻ്റെ ആത്മരൂപമാണ്. ഇനി ഇതിൻ്റെ സയൻസ് നോക്കിയാൽ നമ്മൾ വെള്ളം ഒരു പ്രഷർ കുക്കറിലിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെയിറ്റ് അങ്ങ് മാറ്റി വെക്കാമെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് ചീറ്റിപ്പോവും. ഇതിൻ്റെ പേര് നീരാവി എന്നാണ്. അതിനെ രണ്ടായിട്ട് എഴുതാമെങ്കിൽ നീര് അധികം ആവി. ആവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലും ആത്മാവെന്ന് അർത്ഥമുണ്ട്, തമിഴിൽ ക്ലിയറായിട്ടും ആത്മാവെന്നർത്ഥം. നീരാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ആത്മരൂപമാണ് നീരാവി. വെള്ളം ഇതിൻ്റെ ഭൗതിക രൂപവും ആത്മിക രൂപമാണ് നീരാവി. ഇപ്പോൾ സയൻസ് പറയുന്നത് കടലിലെ വെള്ളം ചൂടായി മണ്ടേ ചെന്ന് മേഘമായി നിൽക്കും, മേഘം തണുത്ത് താഴോട്ട് മഴ പെയ്യും. അപ്പോൾ അത് സത്യമാണെന്ന് സയൻസ് പറയുന്നു. സത്യമാണെങ്കിൽ വെള്ളത്തിനെ ആത്മരൂപമാക്കി മുകളിലോട്ട് ചെന്നു. ആത്മരൂപമാക്കി മുകളിൽ ചെന്നപ്പോഴും ഈ മേഘത്തിനകത്തൂടെ വിമാനങ്ങളൊക്കെ കടന്നു പോകും. മേഘം ഒരു കരരൂപമാണെങ്കിൽ വിമാനം കയറുമ്പോൾ ഇടിച്ചു മറിയും. അപ്പോൾ അത് ആത്മരൂപമാണ്. അപ്പം വെള്ളം ആവിയായ ആത്മാവായ തലമാണ് മേഘം. അപ്പോൾ ഈ സ്നാനം രണ്ട് തലത്തിലും സ്നാനം നടന്നു. ജലത്തിൽ കൂടെയും മേഘത്തിൽ കൂടെ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ തലത്തിലും. ഈ മേഘത്തിൽ അന്നേരം വസിച്ചത് ദൈവമായിരുന്നു എന്ന് നമ്മൾ പല സ്ഥലത്തും വായിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് രണ്ടിനകത്തൂടെ കടത്തിവിട്ടിട്ട്, വെള്ളത്തിനകത്തൂടെയും കടത്തിവിട്ടു, മേഘത്തിനകത്തൂടെയും കടത്തിവിട്ട് രണ്ട് തരത്തിലുള്ള സ്നാനവും എടുത്തിട്ട് മോശയോട് ചേർന്നെന്നാണ് എഴുതിയെങ്കിലും
യഥാർത്ഥത്തിൽ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ വായിക്കുകയാണ്. പിന്നെ അവരെല്ലാവരും അതിൻ്റെ താഴോട്ടൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പറയുന്നു അവരെല്ലാവരും കുടിച്ചു, ആ പാറ അല്ലെ അവർക്ക് വെള്ളം കൊടുത്ത ആ പാറ ക്രിസ്തു ആയിരുന്നു എന്നൊക്കെ പറയുമ്പം യഥാർത്ഥത്തിൽ ഇവരെല്ലാം പോയി ചേർന്നത് മോശയോടല്ല, യേശുവിനോട് ചേർന്നു എന്ന് നമ്മൾ വായിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ മേഘത്തിലൂടെയും വെള്ളത്തിലൂടെയും സ്നാനമേറ്റതിന് ശേഷമാണ് ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് കടന്നു പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വെള്ളത്തിലും പരിശുദ്ധാത്മാവിലും തീയിലുമൊക്കെ സ്നാനമേറ്റ് അങ്ങയുടെ പദ്ധതിയിലേക്ക് ഉറയ്ക്കുവാൻ കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ. അങ്ങനെ സ്നാനമേറ്റ് യേശുവിനോട് ചേരുവാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ചേരുന്നത് യേശുവിനോട് കൂടെ തന്നെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനപ്പുറത്തുള്ള ചേരലുകൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലുമല്ല, അത് മാനസാന്തരത്തിലുമല്ല, അത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതുമല്ല എന്ന് ഗ്രഹിക്കുവാൻ കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.